നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിനു മുന്നിൽ ഇരവാദം മുഴക്കുന്ന പാകിസ്ഥാന്റെ പത്തിക്കടിച്ച് ഇന്ത്യ. ഇന്ത്യൻ മുസ്ലിങ്ങളെ മോദി സർക്കാർ വേട്ടയാടുന്നുവെന്ന് അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ മോങ്ങലായിരുന്നു പാക് സംഘങ്ങൾ. ഇതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം പാക് പട്ടാള മേധാവി അസീം മുനീറായിരുന്നു. സൗദിക്ക് മുന്നിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ അറബ് രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കണേയെന്ന് വെളച്ചിലെടുത്തതിന് പുറം പൊളിയുന്ന അടി. അസീം മുനീറിനെയും പാക് കൂട്ടത്തെയും സൗദിയിലിട്ട് മെതിച്ച് AIMIM മേധാവിയും ഹൈദരാബാദ് MP-യുമായ അസദുദ്ദീൻ ഒവൈസി. ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാൻ ആരാണെന്ന കിടിലൻ ചോദ്യം ഒവൈസി ചോദിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കാട്ടിയുള്ള പാകിസ്ഥാന്റെ പ്രചാരണത്തിന്റെ പൊള്ളത്തരം അടപടലം തകർന്നടിഞ്ഞു. 240 ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ടെന്നും അദ്ദേഹം സൗദി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണമാണെന്നും ഒവൈസി പറഞ്ഞു. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെയല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന 240 ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട്. ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ്. അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും. തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂരിനും ശേഷം ആഗോള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ സന്ദർശിക്കുന്നതിനിടെയാണ് ഒവൈസി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു. പക്ഷേ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. ആ പാതയിലൂടെ പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. 9 ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു. കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി US ഭീകരനാണ് എന്നത് ഞെട്ടിച്ചുവെന്നും ഒവൈസി വ്യക്തമാക്കി. ഭീകരവാദ ഫണ്ടിംഗ് തടയുന്നതിന് പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്നും ഒവൈസി വിശദീകരിച്ചു. US ഭീകരനായി പ്രഖ്യാപിച്ചയാൾക്കൊപ്പം പാക് സൈനിക മേധാവി അസീം മുനീർ വേദി പങ്കിട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് തെളിയിക്കാനായി ഒരു ചിത്രവും ഒവൈസി പുറത്തുവിട്ടിട്ടുണ്ട്. ഭീകരനായ മുഹമ്മദ് ഇഹ്സാനൊപ്പമാണ് പാക് സൈനിക മേധാവി പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് തെളിവായി അസീം മുനീർ ഇയാൾക്ക് ഷേക്ക് ഹാൻഡ് നൽകുന്ന ചിത്രങ്ങളുണ്ടെന്നും ഒവൈസി പറഞ്ഞു. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതുമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി സാജിദ് മിറിന് അനുകൂലമായി പാകിസ്ഥാൻ നുണ പറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ സാജിദ് മിറിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. പിന്നീട് നടന്ന FATF യോഗത്തിൽ മിർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ഇതോടെ മിർ മരിച്ചെന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞത് കളവാണെന്ന് വ്യക്തമായതായും ഒവൈസി വ്യക്തമാക്കി. മിറിനെ പല ഇന്ത്യൻ കോടതികളും ശിക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അയാൾ സ്വതന്ത്രനായി നടക്കുകയാണ്. പത്താൻകോട്ട് ആക്രമണമുണ്ടായപ്പോൾ പാകിസ്ഥാനിൽ പോയി ഭീകരാക്രമണത്തിൽ പാക് പങ്കിനെക്കുറിച്ചുള്ള തെളിവുകൾ നൽകാമെന്ന് മോദി അറിയിച്ചതാണ്. എന്നിട്ടും തെളിവുകൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെന്നും ഒവൈസി ആരോപിച്ചു. ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ബനിയൻ അൽ മാർസസിന്റെ വിജയമെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് സമ്മാനിച്ചതിനെയാണ് ഒവൈസി നേരത്തെ പരിഹസിച്ചത്. ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ബനിയൻ അൽ മാർസസ് എന്നത് അവകാശപ്പെട്ടുകൊണ്ട് 2019 ചൈനീസ് സൈനിക അഭ്യാസത്തിന്റെ ഒരു ചിത്രമാണ് കരസേനാ മേധാവി അസീം മുനീറിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് സമ്മാനിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വ്യാപകമായ ട്രോളുകൾ ഏറ്റുവാങ്ങി. ഫോട്ടോഷോപ്പ് ചിത്രമെന്നാണ് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇതിനെ പരിഹസിച്ചത്. പാകിസ്ഥാന് കാര്യങ്ങൾ ശരിയായി പകർത്താൻ പോലും തലച്ചോറില്ലെന്നും ഇന്ത്യയുമായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഒവൈസിയും ഈ ട്രോളുകളിൽ പങ്കുചേർന്നിരുന്നു. ഒവൈസി മാത്രമല്ല, ശശി തരൂരും കിട്ടിയ വേദികളിൽ പാകിസ്ഥാന്റെ നട്ടെല്ല് ഒടിച്ചിട്ടുണ്ട്. അന്തർദേശീയ നയതന്ത്ര വിഷയത്തിൽ നിലവിലെ ഏറ്റവും മികച്ച ഇന്ത്യക്കാരനാണ് ശശി തരൂർ. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടി തരൂരിനെ മോദി നിയോഗിച്ചത്. ആ ദൗത്യം ഏറ്റെടുത്ത തരൂർ തന്റെ ദൗത്യം പൂർണ്ണമായും വിജയിപ്പിക്കുകയാണ് ചെയ്തത്. ഭീകരവാദത്തിന് എതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ലോകത്തോട് വിശദീകരിക്കാൻ തരൂരിന് തന്റെ നിലപാടിലൂടെ സാധിച്ചു.
അന്തർദേശീയ നയതന്ത്രത്തിലെ ഇന്ത്യയുടെ ഷൈനിങ് സ്റ്റാറായി വീണ്ടും തരൂർ മാറി എന്നതാണ് ഇപ്പോഴത്തെ വിദേശ സന്ദർശനത്തിന്റെ ഗുണം. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പനാമയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പനാമയുടെ നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനെഡ വ്യക്തമാക്കി. ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കാസ്റ്റനെഡ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇത് തന്നെ തരൂരിന്റെ നയചാരുതയുടെ മികവായി കണക്കാക്കുന്നു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പനാമ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ ശശി തരൂർ എംപി ആവർത്തിച്ചു. പാകിസ്ഥാൻ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ പട്ടികപ്പെടുത്തിയ ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ ഒരു ഭീകര പ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് തോന്നി, ശശി തരൂർ പറഞ്ഞു. ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പാനമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥന ചെയ്തു. വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് സ്വീകാര്യമല്ലെന്നും ശശി തരൂർ എംപി പറഞ്ഞു. 1989 കാശ്മീരിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ആക്രമണങ്ങൾക്ക് തങ്ങൾ വില നൽകേണ്ടി വരുമെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞുവെന്ന് ശശി തരൂർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.